ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയാനുണ്ട്, ഇനിയിപ്പോൾ അലോകിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി തിരിച്ചു പോവേണ്ട കാര്യമൊന്നുമില്ല. നീ ഇവിടെ തന്നെ നമുക്ക് നല്ലൊരു വിവാഹമായിട്ട് നടത്തി തന്നെ ഇവരൊന്ന് ജീവിച്ച് പൊക്കോട്ടെ എന്നൊക്കെ പറയുകയാണല്ലോ. അനുമോൾ ആകെ കൺഫ്യൂഷനിലാണ്. അനുമോളാണല്ലോ തീരുമാനം എടുക്കേണ്ടത്. ഉടനെ തന്നെ നമ്മൾ അച്യുതം വന്ന് പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, വിവാഹം നടക്കണമെങ്കിൽ നടത്തോട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവള് ഇനി മുതൽ അങ്ങോട്ട് ഈ കൃഷ്ണമംഗലത്തെ ആളായിട്ട് തന്നെയാവണം. പിന്നെ അലോക് ഇവിടെ ഭർത്താവാണ്. ഭർത്താവിനെ സ്നേഹിച്ചും ബഹുമാനിച്ചും ഒക്കെ സ്നേഹിക്കണം. അലോക് പറയുന്നതിനപ്പുറം ഒരൊറ്റ കാര്യം പോലും നീ പ്രവർത്തിക്കാൻ പാടില്ല. ഉടനെ തന്നെ അലോക് അവിടെ നിന്നോട്ട് പറയാട്ടോ, കാര്യങ്ങളെല്ലാം ഞാൻ തീരുമാനിക്കും, ഇവള് അനുസരിക്കും, ഇവളെൻ്റെ ഭാര്യയാണല്ലോ. അല്ലെങ്കിലും ഭർത്താക്കന്മാർ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നവളായിരിക്കണമല്ലോ ഭാര്യമാർ. പിന്നെ അങ്ങോട്ട് രാജശ്രീ ഓടി വന്ന് പറയാട്ടോ, ഇവിടെയാണെങ്കിൽ അടുക്കളയിൽ നല്ല ജോലിയുണ്ട്, ഇവിടുത്തെ ജോലികളെല്ലാം നീ തന്നെ ചെയ്യണം, പിന്നെ എല്ലാം ഏറ്റെടുത്ത് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഉടനെ നമ്മുടെ അനുമോള് പറയാം, ഇത്രയൊക്കെ ഉള്ളോ അതിൻ്റെ ഡിമാൻഡ്? മുത്തശ്ശി പറയാൻ കേട്ടോ, ഡിമാൻഡൊന്നും അല്ല മോളെ, കാര്യം പറഞ്ഞതല്ലേ. എന്നാലേ ഞാനും കുറച്ച് കാര്യം നിങ്ങളോടൊക്കെ പറയാം, പിന്നെ അതെന്താണെന്ന് വ്യക്തമായിട്ട് കേൾക്കണം. പിന്നെ ഒരു ഭാര്യയിൽ നിന്നും ഈ വീട്ടുകാർ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അതുപോലെ ഭർത്താവിൽ നിന്നും ഭാര്യയ്ക്കും ചിലതൊക്കെ പ്രതീക്ഷിക്കാമല്ലോ എന്ന് അനുമോൾ പറയാട്ടോ. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോഴേ ആർക്കും വിഷമമൊന്നും തോന്നരുത്. താലി കെട്ടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു അടിമയാകാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എനിക്കും ചിലത് പറയാനുണ്ട്. അലോക് പറയുന്നത് ഞാൻ അനുസരിക്കണമെന്ന് ഞാൻ അനുസരിച്ചോളാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്നത് അലോകം അനുസരിക്കേണ്ടി വരും. ഇവളത് എന്തൊക്കെയാണ് പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുക കേട്ടോ. വീണ്ടും അനുമോള് പറയാണ്, ഒരു പാലിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, അതുകൊണ്ടാണ്. അതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പത്തിന് നമ്മൾ ധർമ്മ നല്ല ചിരി വരും കേട്ടോ. രാജശ്രീയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാം, അടുക്കള ജോലി ഞാൻ ചെയ്തോളാം, ഒരു കുഴപ്പമില്ല, എനിക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണമല്ലോ. പക്ഷേ മരുമകളാണ് ചെയ്യണമെന്ന് പറയണത്, മുഴുവനും ചെയ്യണമെന്ന് പറയണത് ശരിയല്ല. എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അലോകം വരണം. അലോകോ? അതെ, പിന്നല്ലാതെ ഞാനും അലോകും കൂടെ ഒരുമിച്ച് ജോലി ചെയ്യും. ഇനി ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ മതി എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ചെയ്തോളാം, പക്ഷേ കൃത്യമായ ശമ്പളം എനിക്ക് തരണം. കണ്ടോ അവൾ പറയുന്നത് കണ്ടോന്ന് അച്ഛൻ? അതെ, സുപ്രീം കോടതി 30,000 രൂപയാണ് വീട്ടമ്മയുടെ പ്രതിഫലമായിട്ട് കണക്കാക്കുന്നത്, അതും ഒരു സാധാരണ കുടുംബം. ഇവിടെ അങ്ങനെയല്ലല്ലോ. പക്ഷേ ഇവിടുത്തെ മിനിമം അംഗങ്ങളും അല്ല, ഇവിടെ ഒരുപാട് അംഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് 50,000 രൂപ മാസം തരേണ്ടി വരും. എന്താടി നീ ഞങ്ങളെ കളിയാക്കുകയാണെന്ന് പറഞ്ഞു അച്യുതൻ. അയ്യോ, നിങ്ങളെ കളിയാക്കുകയാണെന്ന് വേണ്ടി ഞാൻ എന്ത് തമാശയാണ് പറഞ്ഞത്? ഞാൻ പറയുന്നത് എല്ലാം കാര്യങ്ങൾ തന്നെയാണ്. കളിയാക്കലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല. അപ്പം ഉടനെ അച്യുതൻ പറയാം, കണ്ടല്ലോ, ഇതൊക്കെ വെച്ചിട്ടാണ് ഇവൾ മനസ്സിൽ വെച്ചിട്ടാണ് ചേട്ടാ ഇതൊക്കെ പറയുന്നത്. ഇവളെ നമ്മൾ കല്യാണം കഴിക്കുന്നത് ശരിയാണോ? തീർന്നില്ല. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. അലോക് എന്താ പറഞ്ഞ, ഭർത്താവിനെ ബഹുമാനിക്കണമെന്നല്ലേ? ബഹുമാനിച്ചോളാം, പക്ഷേ അതുപോലെ ഭാര്യയും ബഹുമാനിക്കണം. ബഹുമാനം കൊടുത്തേ അത് വാങ്ങാൻ പറ്റുള്ളേ. അല്ലാതെ ഭാര്യയുടെ വീട്ടുകാർ തെറി വിളിച്ചും കൊണ്ടല്ല പുരുഷത്വം കാണിക്കേണ്ടത് എന്ന് അനുമോള് പറയുകയാണ് കേട്ടോ. അലോകൻ്റെ അച്ഛനെയും ഏട്ടന്മാരെയും ഒക്കെ അവഹേളിച്ചിട്ടുണ്ട്, ഞാൻ അപ്പോഴൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. എന്നാലും ഈ വീട്ടിലുള്ള ആൾക്കാരെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അലോക് അങ്ങനെയല്ല, 24 മണിക്കൂറും എൻ്റെ വീട്ടിലുള്ളവരെയാണ് പറയുന്നത്, മനസ്സിലായോ? പിന്നെ ഭാര്യയാവാൻ പോകുന്ന എനിക്ക് എല്ലാവരും കൂടെ അങ്ങോട്ട് ക്ലാസ് എടുത്തു അല്ലേ? അത്രയ്ക്ക് വിശദീകരിച്ച് പറയാനും വേണ്ടിയിട്ടൊന്നുമില്ല, പരസ്പരം മനസ്സിലാക്കി സഹകരിച്ച് അങ്ങ് പോവുക, അതല്ലേ? ശരി, ഞാൻ പൊക്കോളാം. അതിന് അവൻ തയ്യാറുണ്ടോ അലോക്? എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തോളാം. അലോകിന് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പറയാം, എന്താടി ഞാൻ കൂടെ അടുക്കളയിൽ വന്ന് ജോലി ചെയ്യണം അല്ലേ? എന്നാലേ ശമ്പളം തരണം അല്ലേ? അതെ, എനിക്ക് തരണം. ഞാൻ വന്ന് ജോലി ചെയ്തതിൽ നിനക്ക് ശമ്പളം തരണോ അല്ലേടി? അതേന്ന്. കണ്ടോമേ അവിടെ അഹങ്കാരം കണ്ടോ? അപ്പോൾ ധർമ്മം വന്ന് പറയാം, അതെ, എല്ലാവരും കൂടെ വളഞ്ഞിട്ട് അവളോട് ഇങ്ങനെ വന്ന് പറഞ്ഞാൽ പിന്നെ അവൾ പ്രതികരിക്കില്ലേ? ഇത് പ്രതികാരമൊന്നുമില്ല, മിണ്ടാതിരിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്യുതൻ കേട്ടോ, ഈ വിവാഹമൊന്നും നടക്കില്ല, എനിക്കിതിൽ താല്പര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ. അപ്പോഴാണ് നമ്മുടെ അനന്തം പറഞ്ഞാൽ, അച്യുത നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതിൽ പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ല, എന്തായാലും അവൾ പറഞ്ഞത് തെറ്റൊന്നുമല്ല, ഇതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. അനുമോള് പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. ശരി, മോള് പറഞ്ഞതെല്ലാം ഞങ്ങൾ സമ്മതിക്കാൻ തയ്യാറാണെന്ന് അനന്തം പറയാട്ടോ. ഈ സമയത്ത് ദേവമംഗലത്തിൽ നിന്ന് എല്ലാവരും കൂടെ കൂട്ടത്തോടു കൂടി വരികയാണ് കേട്ടോ. ഇവിടെ വന്ന ബാല മുറ്റത്തൊന്ന് അനു എന്ന് വിളിക്കുകയാണ്. ഇത് കാണുമ്പോൾ അനുമോൾക്ക് സന്തോഷമാവും കേട്ടോ, അച്ഛൻ വന്ന് വിളിക്കുകയാണെന്ന്. അനുമോള് പിന്നും നോക്കിയില്ല, ഒരൊറ്റ ഓട്ടമാണ് കേട്ടോ അച്ഛൻ്റെ അടുത്തേക്കും. തൊട്ട് പുറകെ ബാക്കി എല്ലാവരും കൂടെ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വരികയാണ്. അച്ഛാന്ന് വിളിച്ചും കൊണ്ട് പോയി ഒന്ന് കെട്ടിപ്പിടിക്കണം. പക്ഷേ എന്നിട്ടപ്പം ബാലൻ ചോദിക്കണം, എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? പറ, നീ എന്തിനാ ഈ വിവാഹത്തിന് നിന്ന് കൊടുത്തത്? എല്ലാം നിനക്ക് നേരത്തെ തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾ അച്ഛനോടൊന്ന് ചോദിക്കട്ടോ, നീ എന്തിനാ ഇത്രയൊക്കെ സഹിച്ചതെന്ന് ബാലൻ. ആ നേരം തൊട്ട് പുറകെ നിന്നും കൊണ്ട് നമ്മുടെ ഗോമതിയും ചോദിക്കുകയാണ്,
എടി അനു, നിനക്കൊന്നെങ്കിൽ നമ്മളോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? നീ എല്ലാം മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് ശകാരിക്കട്ടോ. അപ്പോൾ ഉടനെ ഗോമതിയെ വഴക്ക് പറഞ്ഞു ബാലൻ. ഗോമതി മിണ്ടാതിരിക്കെ, അവളെ ഒന്നും പറയണ്ട. എന്നിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് മോളോട് സംസാരിക്കുന്നത് കേട്ടോ. മോൾ ഈ വിവാഹത്തിൽ നിന്ന് സമ്മതിക്കേണ്ടിയിരുന്നില്ല. അച്ഛനെ ചതിക്കണമെന്നൊന്നും വഞ്ചിക്കണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എത്തിപ്പെട്ടുപോയി. കാരണം അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ നമ്മുടെ വീട്ടിലെ എല്ലാവരെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തത്. എൻ്റെ മോളെ, ഇവനെപ്പോലെ ഒരുത്തൻ്റെ കൂടെ നീ എന്തിനാ ഇങ്ങനെ? ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ? അതെ അച്ഛാ, സത്യം തന്നെയാണ് എന്നിങ്ങനെ അനുമോള് പറയാട്ടോ. നീ തന്നെയാണോ മോളെ കഴുത്തിൽ താലി കെട്ടിയത്? അതെ, ഞാൻ തന്നെ അച്ഛാ എന്ന് വീണ്ടും വീണ്ടും പറയാട്ടോ. അപ്പം സോറി അച്ഛാ എന്ന് പറയുന്നുണ്ട്. സാരമില്ല മോളെ, സാരമില്ല. ഉടനെ അച്യുത ഓടി വന്നിട്ട് പറയുന്നുണ്ട്, എടാ ബാല, ഇതെല്ലാം നിൻ്റെയൊക്കെ പ്ലാനിങ് ആണെന്ന് എനിക്കറിയാം. എടാ നീ മിണ്ടാതിരുന്നോ, ഞാൻ എൻ്റെ മോളോടാണ് സംസാരിക്കുന്നത്. എടാ, നിൻ്റെ കുടുംബം മുഴുവനും പ്ലാനിങ്ങോടുകൂടി നിൻ്റെ മോളെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചു ഞങ്ങളെ ചതിക്കാനായിട്ട്. നിന്നോടല്ലേ അച്യുത പറഞ്ഞത് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ നീ മിണ്ടാതിരുന്നോളണം. കേൾക്കുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ അച്ഛമ്മ വന്ന് പറയുന്നുണ്ട്, അച്യുത നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ, അവൻ്റെ മോളോടല്ലേ സംസാരിക്കണത്. എന്നിട്ട് ബാലൻ വീണ്ടും വന്ന് മോളോട് പറയണം, അനു, എല്ലാവരെക്കുറിച്ച് നീ ചിന്തിച്ചു, പക്ഷേ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ ചിന്തിച്ചോ? ഇല്ലച്ചാ. മോളെ, നീ ഒന്ന് ആലോചിക്കണം. അത് തന്നെയാണ് എൻ്റെ വേദന. ഇവനെപ്പോലെ ഒരുത്തനെ കല്യാണം കഴിച്ച് ജീവിതകാലം മുഴുവൻ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഇവിടെ തന്നെ നീ സന്തോഷത്തോടെ ഇന്ന് വരെയെങ്കിലും ജീവിച്ചിട്ടുണ്ടോ ഈ വീട്ടിൽ? ഇല്ലല്ലോ. ഉടനെ മുത്തശ്ശി വന്ന് പറയാട്ടോ, അവളെന്തായാലും ഈ കുടുംബത്തിലെ ആളായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, ഇനിയിപ്പോൾ ഇവിടെ തന്നെ നിൽക്കട്ടെ. ആലോകിനെയും അനുവിനെ വീണ്ടും ഒരു കല്യാണം നടത്തി കൊടുക്കാം, അതാ നല്ലത്. എല്ലാവർക്കും ചേർന്ന് കല്യാണമായിട്ട് നടത്തി കൊടുത്താൽ പോരെ. അപ്പോൾ തന്നെ മീനാക്ഷി മിത്രയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആര്യനാണെങ്കിൽ ദേഷ്യം. ആര്യനുടനെ പറയുന്നുണ്ട്, മുത്തശ്ശി എന്തൊക്കെയായി പറയുന്നത്? എൻ്റെ അനിയത്തി ഇവളുടെ കൂടെ ഒന്നും ജീവിക്കില്ലെന്ന് പറയുന്നു. ഇവൻ അവളെ വെറുക്കുന്നു പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു സംസാരം? പറ. ഇത്രയൊക്കെ ടോർച്ച് ചെയ്തത് അവളെ ജീവിച്ചിട്ടും ഇനി അവളെ ജീവിക്കണമെന്നാ? അപ്പോൾ അലോകിനോട് ചോദിക്കട്ടെ. അപ്പോൾ അലോക ഉടനെ അവിടെ നിന്ന് പറയാം, എനിക്ക് ഇവളെ പോലെ ഒരുത്തി വേണ്ട. ഇങ്ങനെ ഒരുത്തി അവളെ കൂടെ എൻ്റെ ജീവിതം തൊളിക്കാനായിട്ട് വന്ന് കയറിയവള് എന്നും പറഞ്ഞുകൊണ്ട് അലോകം അങ്ങോട്ട് കേട്ടോ. അവസാനം കുറേ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അനുമോളെ ശരിക്കും താഴ്ത്തി വെച്ചങ്ങോട്ട് അലോക സംസാരിക്കണം. അപ്പം തന്നെ എന്നിട്ട് പറഞ്ഞു, ഇവളുടെ മുഖം കാണുന്നത് പോലും എനിക്ക് ദേഷ്യമാണെന്നും ഇവളുടെ മുഖം ഉണ്ടല്ലോ നിലത്ത് പിടിച്ചിട്ട് അങ്ങോട്ട് ഉരച്ചു കൊടുക്കണം എന്നൊക്കെ അങ്ങ് ദേഷ്യത്തിൽ പറയണുണ്ട്. അവസാനം ബാലൻ കേട്ടോണ്ടിരുന്നിട്ട് സഹിക്കും. ബാലൻ ഇങ്ങോട്ട് വന്ന് ആലോകനെ പിടിച്ച് ഒറ്റ അടി കൊടുക്കുക. എന്താണ് പറഞ്ഞത് എൻ്റെ മകളെക്കുറിച്ച്? എല്ലാവരും കൂടെ പിടിച്ചു മാറ്റെന്ന് പറഞ്ഞു. പക്ഷേ ദേവമംഗലത്തുള്ള ആരോ അനങ്ങുന്നില്ല കേട്ടോ. കിട്ടട്ടെ എന്ന് തന്നെ വിചാരിച്ചു. അവസാനം അച്ഛൻ ഓടി വന്നിട്ട് പറയും, എടാ എൻ്റെ മോൻ്റെ ദേഹത്ത് കൈവച്ചു അല്ലേ? ഇതൊന്നും നിൻ്റെ ബുദ്ധിയല്ലടാ, നിൻ്റെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ ബുദ്ധിയാണ്. അപ്പോൾ ധർമ്മന് ദേഷ്യം വന്നു. ധർമ്മഞ്ചി പറയുന്നുണ്ട്, അച്ചുവേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെയാണോ കുറ്റം പറയുന്നത്? ഷെടാ, നീ ഇപ്പം ഇത്രയൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചിട്ട് മതിയായില്ല, നീ അവൻ്റെ സൈഡിൽ നിൽക്കുകയല്ലേ? അച്ചുവേട്ടാ, ഞാനും അങ്ങേരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർത്തോളാം. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറയുകയല്ല വേണ്ടത്, അവരെക്കുറിച്ച് മേലിൽ പറഞ്ഞു പോകരുതെന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ. മതിയടാ മതി, നിനക്ക് ഇനിയും കിട്ടാതിരിക്കുന്നേ ഉള്ളൂ. നിനക്ക് ആഹാരം ഇവിടെയും കഴിച്ച് കൂറ് അങ്ങാണല്ലേ? ഇത് കൂറിൻ്റെ കാര്യമൊന്നും അല്ല, ചുമ്മാ ആയതുകൊണ്ട് പെണ്ണുങ്ങളെ കുറ്റം പറയുന്നതിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ധർമ്മനും ഇടപെടുക കേട്ടോ. അവസാനം അലോക് അവിടുന്ന് എണീക്കാണ്. പതിയെ എണീക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ അച്യുതന് ദേഷ്യം വന്നിട്ട് പറയും, ബാല, നീ എൻ്റെ മോനെ തല്ലി, അതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയുമെന്നും പറഞ്ഞു നേരെ ഓടിപ്പോയി ആരിനെ അങ്ങോട്ട് അടിക്കാനൊരു ഒറ്റ കയ്യോ കേട്ടോ. ബാലൻ കയറി അങ്ങ് തടയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മക്കളുടെ ദേഹത്ത് ആരുടെയെങ്കിലും ഒരു തരി മണ്ണ് നീ ഇട്ടാൽ നിൻ്റെ കയ്യെ ഞാൻ വെട്ടുകൂടാന്ന് ബാലൻ. അങ്ങനെ അച്യുതനാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അതും കേട്ടും കൊണ്ട് നമ്മുടെ ബാലൻ്റെ മക്കൾ ആര്യനും ആകാശം ആനന്ദവും എല്ലാവരും കൂടെ ചേർന്ന് വീണ് കിടക്കുന്ന അലോകിനെ പൊക്കിയെടുത്ത് ആടിച്ച് പരിശാക്കിട്ടോ. എല്ലാം കണ്ടും കേട്ടും നോക്കി നിൽക്കാനേ അവർക്ക് തോന്നിയുള്ളൂ. എന്നിട്ട് ആര്യം പറഞ്ഞിട്ടുണ്ട്, എടാ, എൻ്റെ പെങ്ങളെ നീ ഇത്രയും നാൾ ഇവിടെ കൊണ്ടിട്ട് വേദനിപ്പിച്ച്, അതിന് നിന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇനി അവൾക്കെതിരെ ഒരു അക്ഷരം എണ്ണിയുണ്ടല്ലോ, പിന്നെ നിന്നെ കൊല്ലാൻ പോലും ഞങ്ങൾ തീരുമാനിക്കുക. പിന്നെ എൻ്റെ ഏട്ടന്മാരെ കൊണ്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യൂടാന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ അങ്ങോട്ട് നിൽക്കട്ടെ. അങ്ങനെ മൊത്തത്തിൽ അവിടെ അലങ്കോലം ആയിട്ടുണ്ട്. നമ്മൾ ആലോകിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കിട്ടേണ്ട മുഴുവനും കിട്ടി. എന്നിട്ട് ബാലൻ വന്നിട്ട് അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോൾക്ക് കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇവനെ പോലെയുള്ള വൃത്തിയോട്ടൻ്റെ കൂടെ ജീവിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഇനി ഒരു നിമിഷം മോൾ ഇവിടെ നിൽക്കണ്ട എന്നും പറയാട്ടോ. അങ്ങനെ അനുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, മോൾ എൻ്റെ കൂടെ വാ, നമുക്ക് തിരിച്ചു പോവാം, ഇങ്ങനെ ഒരു വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ലയെന്ന്. അങ്ങനെ അനുമോള് ഭയങ്കര സങ്കടത്തോടുകൂടി അച്ഛനെ വന്ന് കെട്ടിപ്പിടിച്ച് ഒന്നും കൂടെ മാപ്പൊക്കെ പറയാട്ടോ. അങ്ങനെ അനുമോളെയും കൂട്ടി ഇവർ തിരിച്ച് ദേവമംഗലത്തേക്ക് നടന്ന് പോവാണ്.
കുറച്ച് ദൂരം ഒന്ന് നടന്നിങ്ങി എത്തുമ്പോഴത്തേക്കൊണ്ട് ബാലൻ പറഞ്ഞിട്ടുണ്ട്, മോളെ ഈ വീടുമായിട്ട് നിനക്കിനി യാതൊരു ബന്ധവുമില്ല. ഇവിടുന്ന് ഒരു തരി മണ്ണ് പോലും നമ്മൾ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിൻ്റെ കഴുത്തി കിടക്കുന്ന ഈ താലി അതും കൂടെ വലിച്ചു പൊട്ടിച്ച് അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. അത് കേൾക്കുമ്പോൾ അനുമോൾ അത് ശരിയാണെന്ന് തോന്നി തിരിച്ച് നടന്ന് ചെല്ലാട്ടോ അലോകിൻ്റെ അടുത്തേക്ക്. ബാലനും കൂടെ ചെല്ലുന്നുണ്ട്. കഴുത്തി കിടന്ന ആ താലി അലോകനെ ചെറഞ്ഞൊന്ന് നോക്കിയിട്ട് വലിച്ച് പൊട്ടിച്ച് അലോകിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു ഒരൊറ്റ ഏറ് കൊടുക്കാട്ടോ. അലോക് എന്നെ ബാക്കിലോട്ട് ഇങ്ങനെ ആയി പോകുന്നുണ്ട്. നാണം കെട്ട് നാറി കൃഷ്ണമംഗലത്തുള്ള എല്ലാവരും തല കുനിച്ച് നിന്നു. ആ താലിയും പോലും പൊട്ടിച്ചെറിഞ്ഞപ്പോഴത്തേക്ക് രാജശ്രീയുടെ മുഖം കാണുമായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ ബലത്തിൽ ഈ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചില്ലേ, എല്ലാം പോയി. എന്നിട്ട് നമ്മുടെ അനുമോളെ സ്നേഹത്തോടു കൂടി വീട്ടിലേക്ക് നമ്മുടെ ബാലൻ ആനയിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. വീണ്ടും പഴയ പോലെ ആ കുടുംബത്തിൽ ഒരാൾ കൂടി തിരിച്ചു കയറിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്